സി എന്ന് പറഞ്ഞ ഓരോ സെക്ഷനായി ചെയ്യുന്നത്. ഓരോ സെക്ഷനും നമ്മൾ ഓരോ പമ്പും എയറേറ്ററും പിന്നെ ഫിൽറ്റേഴ്സും വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ഞണ്ട് വെക്കുന്നത്. ഞണ്ടിൻ്റെ ഓരോന്നും നമ്മളിങ്ങനെ ഓരോ ടാങ്കും ഒരു കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ഇവിടുന്ന് വെള്ളം വരുന്ന വെള്ളം ഇങ്ങോട്ടും വരും. അപ്പം ഈ ഒരു പ്രത്യേക മുഖത്തിലാ വെള്ളം വെക്കത്തുള്ളൂ. കുറേ വെള്ളം പൊങ്ങി വെച്ചാൽ ഞണ്ടിങ്ങനെ പൊങ്ങി വന്നിട്ട് ശ്വസിക്കാൻ പറ്റില്ല. ഞണ്ട് ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കാൻ പറ്റിയൊരു ജീവിയല്ല. അപ്പോൾ ഇടയ്ക്ക് എയറും ശ്വസിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്ര വെള്ളത്തിൽ നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ചൂടിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് ചേച്ചി. നമ്മളിതുപോലെ മൊത്തത്തിൽ ഷെയ്ഡ് എല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ ആ ചൂട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ നമ്മൾ ഇപ്പം ഇവിടെ തന്നെ 4 എക്സോസ്റ്റ് ഉണ്ട് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ. ചൂടാണ് മെയിനായിട്ടൊരു വിഷയം വരുന്നത്. പിന്നെ ആ ബയോ ഫിൽറ്റേഴ്സ്, അത് ഫിൽറ്റേഴ്സാണ്. അത് നമ്മൾ ബയോബോൾസ് എന്നൊക്കെ പറയും. ഈ കറുത്തുണ്ടാണ് ബയോബോൾസ് എന്നൊക്കെ പറയും. MBBR ഈ സാധനമാണ് MBBR. പിന്നെ സെറാമിക് ബോൾസ് എന്ന സാധനമുണ്ട് അതിൻ്റെ അടിയിൽ കിടക്കും. അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഇതിനകത്തോട്ട് ഇടും. നൈട്രജൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ ബാക്ടീരിയസ് ഉണ്ട്. നൈട്രോമോണാസ്, നൈട്രിഫിക്കേഷൻ ബാക്ടീരിയസ് ഉണ്ട്. അപ്പം അതിന് നമ്മൾ ഇതിലായിട്ട് ആഡ് ചെയ്തിട്ട് അതിന് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബയോബോൾസും MBBRും പിന്നെ സെറാമിക് ബോൾസും കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ സിസ്റ്റത്തിലേക്കെല്ലാം വെള്ളം അടിച്ചു വിടാനായിട്ട് പമ്പുണ്ട്. ഇതാണ് ആ പമ്പ്. ഇതിലെല്ലാം എടുത്തിട്ട് ഇതിലേക്ക് പോകും. അതോ ഇതിലേക്ക് പോകും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുക. ഇതിലൊക്കെ പോയതിനു ശേഷം അങ്ങോട്ട് വരും. എന്നിട്ട് വീണ്ടും ഫിൽറ്റർ ചെയ്ത് ഇതിലേക്ക് വന്നിട്ട് വീണ്ടും പോകും. അങ്ങനെ. പിന്നെ അവിടെ ഫിൽറ്റേഴ്സ് ഉണ്ട്. അല്ലാതെ ഫിൽറ്റേഴ്സ് ഇതിൻ്റെ അടിയിൽ തന്നെ 3 ലെയർ ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇത് മെക്കാനിക്കൽ ഫിൽറ്റേഴ്സ്. അതിൻ്റെ ബാക്ക് ഇവിടെ ഹോൾഡ് ചെയ്യും. എന്നിട്ട് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ 3 വിരൽ വെച്ചിട്ട് അതിൻ്റെ സ്വിമ്മിംഗ് ലിപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് കണ്ടോ? ഇതിന്റെ പുറകിൽ അടിയിൽ ഏറ്റവും ലാസ്റ്റിലേക്ക് കണ്ടോ? അത് രണ്ടിനും ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ ബോഡിയിൽ ഇങ്ങനെ നമ്മൾ ഈ ചൂണ്ടുകളിൽ വെച്ചിട്ട് അമ്മക്കി പിടിക്കും. എന്നിട്ട് അതിനെ മറിച്ച് വെക്കും. അങ്ങനെ മറിച്ച് വെക്കുമ്പോഴേക്കും ഈ ക്രാബ് ഒരു അബോധാവസ്ഥ ചെറുതായിട്ടാവുന്ന പോലെ. അപ്പം നേരെ നിൽക്കുന്നതിനേക്കാളും അതിൻ്റെ ആക്ടിവിറ്റി കുറയും. അപ്പം അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാം. തുറന്നാൽ ചിലപ്പോൾ അതിനെ മര്യാദക്ക് അടച്ചു വെച്ചില്ലെങ്കിൽ ഇതിനെ തള്ളി തുറന്നു.